തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവചനമാണ്. വളരെ മനോഹരമായ ഈ വചനത്തിന് ഒരു വലിയ കാര്യം നമ്മൾ ചെയ്യാനുണ്ട്. നമ്മളെല്ലാവരും വലിയ ആളാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമുക്കൊക്കെ എങ്ങാനും വലിയ ആളാകാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അല്ലേ? ഇതാ വളരെ മനോഹരമായ ഒരു കാര്യം ഈശോ പറഞ്ഞു തരികയാണ്. വലുതാകാൻ ആഗ്രഹിക്കുന്നവർ ചെറുതായിക്കൊള്ളുക. ആർക്ക് വേണേലും ആകാൻ പറ്റുന്ന ഒരു കാര്യമായത്. വലുതാകാൻ ആർക്കും പറ്റിയില്ലെങ്കിലും ചെറുതാകാൻ എല്ലാവർക്കും പറ്റും. എങ്ങനെയാണ്? ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ്റെ മുമ്പ് ഞാൻ ചെറുതായി. ഞാൻ എന്താ നിനക്ക് ചെയ്തു തരണ്ടേ എന്ന് ചോദിച്ചാൽ നമ്മൾ അവൻ്റെ സെർവൻ്റായി. അല്ലേ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നമുക്കൊന്നും ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സഹായിക്കാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ ഒരു സെർവ് ചെയ്യാനുള്ള ഒരു മനോഭാവം. അതുതന്നെയാണ് ഈശോ ചെയ്തത്. സ്വർഗത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ മകൻ, അവൻ ചെയ്തത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നു. അപ്പോൾ നമുക്കും ആഗ്രഹിക്കാം അവനെപ്പോലെ ആകാൻ, ചെറുതാകാൻ. അങ്ങനെ നമുക്ക് വലുതാകാം ദൈവസന്നിധിയിൽ. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യതീർത്ഥവുമായി. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യതീർത്ഥവുമായി.